ഇപ്പോൾ ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചൂരൽമലയിലെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൺട്രോൾ റൂമിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, നിലവിൽ ഒരേ സമയം തന്നെ മനുഷ്യരെ കരുതുന്നത് പോലെ തന്നെ മൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കരുതുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ കൺട്രോൾ റൂം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി വളർത്തു മൃഗങ്ങളെ, വീട്ടുമൃഗങ്ങളെ, പശുക്കൾ, അതോടൊപ്പം തന്നെ നായ്ക്കൾ, പൂച്ചകൾ അടക്കമുള്ളവരെ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തു. എന്താണ് ആ കൺട്രോൾ റൂമിൽ നിന്നുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, രണ്ട് ഹെൽപ്പ് ലൈൻ ആണ് നമ്മുടെ സമീപത്തുള്ള. ഒന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ എയ്ഡ് ടീമിൻ്റെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, നാഷണൽ ആൻഡ് ഹെൽത്ത് മിഷൻ വയനാടിൻ്റെയാണ്. ഇവിടെ കൃത്യമായി തന്നെ എലിപ്പനിയുടെ പ്രതിരോധ മരുന്നുകൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എലിപ്പനി പ്രതിരോധ മരുന്ന് ഇവിടെ നൽകുന്നുണ്ട്. ഒപ്പം ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ സർവീസും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്ത് നൽകുന്നുണ്ട്. എത്തുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകർക്കും രക്ഷാ ദൗത്യത്തിലും ഏർപ്പെടുന്ന ആളുകൾക്ക് ഇത്തരം ഒരു സൗകര്യം സർക്കാർ കൃത്യമായി ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഒരു ദുരിതമുഖത്തിലേക്ക് പോകുമ്പോൾ ചില ആശങ്കകൾ ആളുകൾ പങ്കുവച്ചിരുന്നു. ഇത്തരം സാധ്യതകളെപ്പറ്റി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഹെൽപ്പ് ലൈൻ തന്നെയാണ്. കേരള സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇവിടുത്തെ സേവനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടുത്തെ നായ്ക്കൾ ഉൾപ്പെടെ കോഴികൾ, മറ്റ് കന്നുകാലികളുടെയൊക്കെ ഒരു ദയനീയ അവസ്ഥ പകർത്തുകയും ആ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇത്തരം ഒരു ഹെൽപ്പ് ലൈൻ. അവരുടെ ഡോക്ടേഴ്സിന് ഉൾപ്പെടെ സേവനമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ് ഇപ്പം മൃഗസംരക്ഷണ വകുപ്പ് ഇവിടെ നടത്തുന്നത്. അതെ, ഇവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന മൃഗങ്ങൾക്കുള്ള പ്രാഥമിക ചികിത്സ, പ്രഥമ ശുശ്രൂഷയ്ക്ക് നൽകിയിട്ട് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകൾ ധാരാളം വരുന്നുണ്ടോ? റെസ്ക്യൂ കേസുകൾ വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വിടുന്നുണ്ട്. അല്ലാത്തതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മരുന്നുകൾ ലഭ്യമാണ്. എല്ലാ മരുന്നുകളും തന്നെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, ലഭ്യമാണ്. ഈ ഒരു അവസരത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് പരിക്കുകൾ ഒരുപക്ഷെ ഈ ദുരന്തത്തിൽ പറ്റിയിട്ടുണ്ടായിരിക്കാം മനുഷ്യരെ പോലെ തന്നെ. അവരുടെ മുറിവൂടെ ഉണക്കുക എന്നതല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവരുന്ന അപകടം പറ്റിക്കൊണ്ടുവരുന്ന ഇല്ലേ പരിക്ക് പറ്റിക്കൊണ്ടുവരുന്ന ആനിമൽസിനെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ചില ഫാമുകളിലൊക്കെ പശുക്കളാണെങ്കിലും എരുമ, പോത്ത് അങ്ങനെയുള്ള ജീവികളൊക്കെ സുഖമില്ലാതെ ഉണ്ട്. അവരെല്ലാവരെയും നമ്മൾ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സിജു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മരുന്നുകൾ. അതുപോലെ മരുന്നുകൾ മാത്രമല്ല, മരുന്നുകൾ നൽകുന്നു, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. മാത്രമല്ല അഡോപ്ഷൻ ചെയ്യാനുള്ള സൗകര്യം കൂടിയുണ്ട്. അതുകൂടെ നമുക്ക് ചോദിക്കാം. അഡോപ്ഷൻ എങ്ങനെയാണ് ഇതിൻ്റെ? ചില സന്നദ്ധ സംഘടനകൾ, അതുപോലെ ചില താല്പര്യമുള്ളവരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടമസ്ഥരില്ലാത്ത ഓമന മൃഗങ്ങളെ ദത്തെടുക്കാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ അനിമൽസിനെയും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലൊന്നുമില്ല. ഈ ഫസ്റ്റ് ഡേ ഒക്കെ ഇവിടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കിട്ടിയിരുന്നു. അതിൻ്റെയൊക്കെ ഉടമസ്ഥർ തന്നെ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചിലതൊക്കെ അഡോപ്ഷനായിട്ടും ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. സിജു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പങ്കുവെക്കുന്നത്. അത്തരം രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ സമീപത്തെ ഒരു മെഡിക്കൽ ഹെൽപ്പ് ലൈന്, തൊട്ട് സമീപത്തായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഈ ഹെൽപ്പ് ലൈൻ രണ്ടും വലിയ സേവനമാണ് ഈ ദുരന്തമുഖത്ത് നൽകുന്നത്. സുജു ആണ് ഏതായാലും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് ഈ ദുരന്തമുഖത്ത് പകച്ചുപോയ മനുഷ്യരെ പോലെ തന്നെയാണ് യജമാനൻ നഷ്ടപ്പെട്ട നായ്ക്കൾ, പൂച്ചകൾ, ഒപ്പം തന്നെ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളൊക്കെ. അതെല്ലാം വലിയ ഒരു ദുരന്തത്തിൻ്റെ വിഷമത്തിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തി ഇങ്ങനെ ഈ നിരവധി മൃഗങ്ങളെ ദത്തെടുക്കുന്ന സാഹചര്യമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ ഒരു പൂച്ചയെ, ചെളിയിലാണ്ടുപോയ ഒരു പൂച്ചയെ രക്ഷിച്ചു കൊണ്ടുപോയ ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഉടമസ്ഥനില്ലാതെ അലഞ്ഞു നടന്ന ഒരു കന്നുകാലിയെ രക്ഷപ്പെടുത്തിയത്, ഒരു പട്ടിയെ രക്ഷപ്പെടുത്തിയത്, അങ്ങനെ നിരവധി ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. മനുഷ്യർ മാത്രമല്ല ഈ ദുരന്തത്തിൽ വല്ലാതെ വിഷമത്തിലായിപ്പോയത്, മൃഗങ്ങൾ കൂടിയാണ്, വളർത്തു മൃഗങ്ങൾ കൂടിയാണ്, കന്നുകാലികളടക്കമുള്ള ജീവികൾ കൂടിയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണിപ്പോൾ സുജു ടി ബാബു നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഹെൽപ്പ് ലൈൻ, മനുഷ്യർക്ക് നൽകുന്ന മനുഷ്യരുടെ സഹായങ്ങൾക്ക് നൽകുന്നതിന് ഹെൽപ്പ് ലൈൻ പോലെ തന്നെ മൃഗങ്ങളുടെ സേവനത്തിനായും ഒരു ഹെൽപ്പ് ലൈൻ സർക്കാർ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. കാര്യക്ഷമമായി അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു.